Find the Laplace transform of sin cube 2t. ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോർമുല അറിയണം. sin 3x equal to 3 sin x minus 4 sin cube x, which implies 4 sin cube x equal to 3 sin x minus sin 3x, which may imply sin cube x equal to 1 by 4 into 3 sin x minus sin 3x. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് sin ക്യൂബ് 2t ആണ്. ഇവിടെ നമുക്ക് sin ക്യൂബ് x ആണുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ x എന്ന് പറയുന്ന ആൾ എന്താണ്? 2t ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ റിലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? sin ക്യൂബ് 2t is equal to 1 by 4 into 3 into sin x ന് പകരം 2t minus sin 3 into 2t. 3 into 2 6. അപ്പോൾ 6t എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ കിട്ടും. പിന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈൻ ക്യൂബ് 2t അപ്പം എന്ന് പറയുന്നത് ഇപ്പം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 by 4 into 3 sin 2t minus sin 6t, which is equal to 1 by 4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 3 sin 2t minus Laplace transformation of sin 6t, which is equal to 1 by 4 into 3 Laplace transformation of sin 2t minus Laplace transformation of 6t, which is equal to 1 by 4 into 3 into sin 2t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 divided by s square plus a square എന്ന് പറയുമ്പോൾ 2 square നമുക്ക് കിട്ടും. മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 6t, അതായത് ഇവിടെ a എന്ന് പറയുന്ന ആളാണ് 6. അപ്പോൾ എന്താണ്? a ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് a സ്ക്വയർ, ഇത്രയാണ് നമുക്കിവിടെ വരുന്നത്. which is equal to 1 by 4 into, അപ്പോൾ 3 into 2 എന്തായി? നമുക്കിവിടെ 6 ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് 6 ഡിവൈഡ് ബൈ a സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, that is equal to 1 by 4 into 6 divided by a square plus 4 minus 6 divided by a square plus 36. is equal to 1 by 4 into 216 minus 24 192 divided by a square plus 2 square into a square plus 6 square എന്ന് പറഞ്ഞ് കിട്ടും. ജസ്റ്റ് ഈക്വൽ ടു 4 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ 4 4 16 32 4 32, നമുക്ക് എന്ത് കിട്ടി? 48 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ഇപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈൻ ക്യൂബ് 2t ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 36. ഇതാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ്
e raised to minus 3t, 3s ഇല്ല, e raised to minus 3t into 2 cos 5t minus 3 sin 5t. ഇതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3t cos 5t മൈനസ് 3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3t sin 5t, which is equal to 2 into Laplace transformation of e raised to minus 3t cos 5t minus 3 into Laplace transformation of e raised to minus 3t sin 5t. ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്, e raised to minus 3t എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷിഫ്റ്റിംഗ് തിയറം, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിന് റീകോൾ ചെയ്യുകയാണെങ്കിൽ Laplace transformation of e raised to at f of t equal to നേരെ പഠിച്ചിരിക്കുന്നത് f of s minus a എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ s minus a എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ k for some k. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം e raised to 8 into f of t എന്ന് പറഞ്ഞ ഫോം ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിച്ചേ പറ്റുള്ളൂ, ആ ഷിഫ്റ്റിംഗ് തിയറം നമുക്കിവിടെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ f ഓഫ് s മൈനസ് എ ആണ്. ഇവിടെ എ എന്ന് പറയുന്ന ആളാരാണ്, -3 ആണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വരും, എസ് ഉള്ളിടത്തൊക്കെ എന്തായിട്ട് മാറും, s plus 3 എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് മാറും. കാരണം f of s minus -3 which is equal to f of s plus 3 എന്ന് പറഞ്ഞ രൂപത്തിലേക്കാണ് ഇവിടെ പോയി പോവുക. അപ്പോൾ നമുക്ക് നോക്കാം, 2 into Laplace transformation of e raised to minus 3t cos 5t. അപ്പോൾ cos വരുമ്പോൾ എന്താണ്, cos 8t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, s divided by s square plus a square എന്ന് പറഞ്ഞ രീതിയിലേക്കാണ് നമുക്കിവിടെ പോകേണ്ടത്. അപ്പോൾ ഇവിടെ s ന് പകരം എന്ത് വരും, s plus 3 divided by s square ന് പകരം എന്ത് വരും, s plus 3 all square plus a square. a square എന്ന് പറയുമ്പോൾ എന്താണ്, 5 square minus 3 into അടുത്ത സിറ്റുവേഷനകത്ത് നമുക്ക് എന്താ വരിക, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൈൻ ആണ് വരുന്നത്. സൈൻ്റെ എന്താണ്, ഇതിനെ ഞാൻ എന്ന് വിളിക്കുകയാണെങ്കിൽ സൈൻ 80 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, a ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എസ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, s plus 3 എന്നുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ വരുന്നു വീണ്ടും 3 into 5 divided by s plus 3 whole square plus 5 square which is equal to 2s plus 6 divided by s plus 3 whole square plus 5 square minus 15 divided by s plus 3 whole square plus 5 square, that is equal to 2s plus 6 minus 15 divided by s plus 3 whole square plus 5 square. കാരണം ഇവിടെ ഡിനോമിനേറ്റർ രണ്ടുപേരുടെയും സെയിം ആയിരുന്നു, which is equal to 2s minus 9 divided by s square plus, ഇതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ a plus b whole square, s square plus 2 3s, അപ്പോൾ 2 into 3 6s plus 3 square എന്ന് പറയുമ്പോൾ 9 plus 25 which is equal to 2s minus 9 s square plus 6x plus 34
ഇതാണ് നമുക്കിവിടെ സൊല്യൂഷൻ കിട്ടുക. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to minus 3t sin square t. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ്, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സൈൻ സ്ക്വയറും നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് സൈനോ കോസൊക്കെ ആയിട്ട് ഇതിനെ മാറ്റി എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഫോർമുല ഓർമ്മ വരേണ്ടത്. സൈൻ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ ഫോർമുല നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? Then this will be equal to Laplace transformation of e raised to minus 3t sin cube t will be equal to Laplace transformation of e raised to minus 3t into 1 minus cos 2t divided by 2 is equal to 1 by 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ Laplace transformation of e raised to minus 3t 1 minus cos 2t എന്നാക്കി നമുക്കിതിനെ മാറ്റി എഴുതാം. അപ്പോൾ ഇനി ഷിഫ്റ്റിംഗ് തിയറി നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഷിഫ്റ്റിംഗ് തിയറി എപ്പോഴും നമ്മൾ പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to at into f of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? f of s ആയിട്ട് മാറും എന്നാണ് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത്. സോറി, എസ് മൈനസ് എ മാറിപ്പോയി, എഴുതാൻ പറ്റൂ. എസ് മൈനസ് എ, എസ് മൈനസ് എ ഗ്രേറ്റർ ദാൻ കെ ഫോർ സം കെ, ഇത്രയാണ് അതിൻ്റെ ഫുള്ള് വരുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ആളാരാണ്? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2t ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എഫ് ഓഫ് എസ് എന്താണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 മൈനസ് കോസ് 2t ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ആ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ പേര് വിളിക്കുക. സോ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 മൈനസ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോസ് 2t. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ എസ് ആണ്, മൈനസ് കോസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വരുന്നത് എന്താണ്? കോസ് എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. സോ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള നമുക്ക് ഫംഗ്ഷൻ ബേസിക്കലി ഇവിടെ എന്താണ്? 1/2 എന്ന് പറയുന്ന ആൾ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 1/2 വരും. അപ്പോൾ ഇവിടെ ആ 1/2 വന്ന് കിടക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര്? എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 1 ബൈ എസ് മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രശ്നം വരുന്നത് എന്താണ്? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ എഫ് ഓഫ് എസ് മൈനസ് എ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ റീകോൾ ചെയ്യുന്നു, ഇവിടെ എ എന്ന് പറയുന്ന ആളാരാണ്? മൈനസ് 3t ആണ്. സോറി, മൈനസ് 3 മാത്രം എടുത്താൽ മതി. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1 ബൈ എസ്, ഞാൻ 1/2 തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല, 1 ബൈ എസ് മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. ദെൻ എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ എഫ് മൈനസ് എ ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് 3 എന്ന് പറഞ്ഞു വരുന്നു. അതെന്താ വരുന്നത്? 1 ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ മൈനസ് എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ആക്ച്വൽ പ്രോബ്ലത്തിലേക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 1/2 ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to minus 3t 1 minus cos 2t equal to 1/2 into 1 divided, സോറി ഇവിടെ എസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാനിവിടെ എഴുതാൻ പാടില്ല, സ്ക്വയർ ഇടാൻ പാടില്ല. 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 മൈനസ് എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ.
അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. 1/2 ഇൻറ്റു 1/s+3 മൈനസ് s+3 ഡിവൈഡഡ് ബൈ s+3 ഹോൾ സ്ക്വയർ എടുക്കാം. അപ്പോൾ s² പ്ലസ് 6x പ്ലസ് 9 പ്ലസ് 4 which is equal to 1/2 into 1/s+3 minus s+3 divided by s² plus 6x plus 13 അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ നോക്കാം, നമുക്കൊന്ന് LCM ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. LCM കാണുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, which is equal to s² plus 6x plus 13 minus s plus 3 whole square divided by s plus 3 into s² plus 6x plus 13 പുറത്ത് ആര് കിടക്കുന്നുണ്ട്, 1/2 കിടക്കുന്നുണ്ടായിരുന്നു. is equal to s² plus 6x plus 13 minus s² plus 6x ഇവിടെ ബ്രാക്കറ്റ് കോമൺ ആയിട്ട് എടുക്കാത്തതുകൊണ്ട് ഇവിടെ ഞാൻ മൈനസിന് എടുക്കുന്നു. s² minus 6x minus 9 divided by s plus 3 into s² plus 6x plus 13 ഒരു 1/2 കിടക്കുന്നുണ്ടായിരുന്നു, അത് ഇവിടെ തന്നെ ഞാൻ എഴുതിയിരുന്നു. ഞാൻ നമുക്ക് കട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. 6 ബാക്കി 4 ആണ് വന്ന് കിടക്കുന്നത്. പുറത്താര് കിടക്കുന്നുണ്ട്, 1/2 കിടക്കുന്നുണ്ട്, കട്ടാക്കി ബാക്കി ആര് വന്നു, 2 വന്നു. which is equal to 2 divided by s plus 3 into s² plus 6x plus 13 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടിയപ്പോയി. അടുത്ത പ്രോബ്ലം, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to t plus 1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതും എന്തുതന്നെയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ട വസ്തു തന്നെയാണ്. e raised to t ആദ്യം വന്നതുകൊണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണണം, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് t plus 1 ഹോൾ സ്ക്വയർ നമുക്ക് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് t² plus 2t plus 1 which is equal to Laplace transformation of t² plus 2 into Laplace transformation of t plus Laplace transformation of 1 which is equal to t raised to n എന്ന് പറയുമ്പോൾ n factorial by s raised to n plus 1. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എഴുതേണ്ടത്, ശരിക്കും n factorial എന്ന് പറയുമ്പോൾ 2 factorial divided by s raised to 2 plus 1 that is equal to 3 plus 2 into L of t raised to 1. അപ്പോൾ 1 factorial divided by s raised to 1 plus 1 that is 2 plus Laplace transformation of 1 എന്ന് പറയുന്നത് എന്താണ്, 1/s ആണ്. അതായത് 1/s. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2 divided by s³ plus 2 divided by s² plus 1/s എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിനെ എല്ലാം കൂടിയിട്ട് നമ്മൾ LCM കണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 plus 2s plus s² divided by s³ which is equal to s² plus 2s plus 2 divided by s³. ഇനി നേരെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അതിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to t plus 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എസിന് കാണുന്നതൊക്കെ എന്ത് കൊടുക്കണം, s minus 1. അപ്പോൾ s minus 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു s minus 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ s minus 1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നു.
അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ കൂടി 2s ഉണ്ട്, -2 ഉണ്ട്. ഈ -2 +2 കൂടി കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? s-1 ഹോൾ സ്ക്വയർ 2s divided by s-1 whole cube is equal to s square minus 2s plus 1 plus 2s divided by s minus 1 whole cube, which is equal to, നമുക്ക് ഇവ രണ്ടുപേരും കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് s square plus 1 divided by s minus 1 whole cube എന്ന് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ സൊല്യൂഷൻ കിട്ടിപ്പോകും. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് sin h2t sin 3t. ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ sin ht എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ ആണ്. അത് e raised to t minus e raised to minus t divided by 2 ആണ്. അപ്പോൾ sin h2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to 2t minus e raised to minus 2t divided by 2 ആണ്. ഇതാണ് നമുക്കിവിടെ അറിയേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കിനി ഇത് നേരെ ഇതിലേക്ക് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് sin h2t into sin 3t is equal to ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to 2t minus e raised to minus 2 divided by minus 2t divided by 2 into sin 3t. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? which is equal to, which implies Laplace transformation of which is equal to 1/2 into Laplace transformation of e raised to 2t sin 3t minus e raised to minus 2t sin 3t എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. which is equal to 1/2 into Laplace transformation of e raised to 2t sin 3t minus Laplace transformation of e raised to minus 2t sin 3t. പിന്നെ നമ്മൾ നേരെ റിസൾട്ട് കാണുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് sin 3t എന്ന് പറയുന്നത്, സൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? a divided by s square plus a square എന്ന് പറയുന്നതാണ്. സോ 3 divided by s square plus 3 square എന്ന് പറഞ്ഞു വരും. പക്ഷേ ഷിഫ്റ്റിംഗ് തിയറം വരുന്നത് കൊണ്ട് ഇപ്പം എന്ത് വരണം? s minus 2 എന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് വരും? 3 divided by s minus minus 2 എന്ന് പറയുമ്പോൾ s plus 2 whole square plus 3 square എന്ന് പറഞ്ഞ് നമുക്കിവിടെ കിട്ടിപ്പോകും. So which is equal to 1/2 3 divided by s square minus 4s plus 4 plus 9 minus 3 divided by s square plus 4s plus 4 plus 9, which is equal to 1/2 3 divided by s square minus 4s plus 13 minus 3 divided by s square plus 4s plus 13. Is equal to 1/2 into 3s square plus 12s plus 3 into 13, 13 26, 26 36, 36 39 minus 3s square minus into minus plus വരും 12s 12 minus 39 all divided by
s square minus 4s plus 13 into s square plus 4s plus 13. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 3s square 39 ബാക്കി എന്ത് വന്നു? 1/2 ഇൻറ്റു 12 24 s ഡിവൈഡഡ് ബൈ ഇത് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ s റേസ് ടു 4 മൈനസ് 4s ക്യൂബ് പ്ലസ് 13s സ്ക്വയർ പ്ലസ് 4s ക്യൂബ് minus 16s square plus 13 26 42 52 s അപ്പോൾ അത് കഴിഞ്ഞു. ലാസ്റ്റ് ടൈം പ്ലസ് 13s സ്ക്വയർ മൈനസ് 4 13 22 52s പ്ലസ് 13 × 13 169.